രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്തുണ്ടായ ഒരു കപ്പൽ ദുരന്തത്തിന്റെ ഭയപ്പെടുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശത്രുക്കളുടെ ആക്രമണത്തെ തുടർന്ന് മുങ്ങിത്താഴ്ന്ന യുദ്ധക്കപ്പലിൽ പല ജീവനക്കാരും സ്രാവുകൾക്ക് ഇരയായ സംഭവത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 1945 സംഭവം നടക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ കപ്പലായ USS ഇൻഡ്യോനോപ്പൈസ് ഒരു പ്രധാന ദൗത്യം പൂർത്തിയാക്കാൻ മടങ്ങുകയായിരുന്നു. ഹിരോഷിമയിൽ വർഷിക്കുന്നതിനായി തയ്യാറാകുന്ന അണുബോംബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ടിനിയാൻ എന്ന ചെറുദ്വീപിൽ എത്തിച്ചതിന് ശേഷം മടങ്ങുകയായിരുന്നു നാവിക സംഘം. 1945 ജൂലൈ 30 രാത്രി ഫിലിപ്പീൻസിന്റെ തീരത്ത് കൂടി കടന്നു പോകുകയായിരുന്നു അവർ. 1000-ലധികം സൈനികരാണ് ഈ പടക്കപ്പലിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. 12 മിനിറ്റിനകം ആ കൂറ്റൻ കപ്പൽ കടലിൽ താന്നു. ജപ്പാൻകാരാണ് കപ്പൽ ആക്രമിച്ചത്. ജപ്പാനിലെ ലൈഫ് ബോട്ടുകൾ ലൈഫ് ജാക്കറ്റുകളും കൃത്യമായി എടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. യുദ്ധകാലമായതുകൊണ്ട് തന്നെ ഇത്തരം സുപ്രധാന ദൗത്യങ്ങൾക്കായി പോകുന്ന കപ്പലുകൾക്ക് അകമ്പടിയായി പടക്കപ്പലുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇൻഡ്യാനാപോളിസ് അകമ്പടി ഉണ്ടായിരുന്നില്ല. ജപ്പാന്റെ അന്തർവാഹികൾ 2 ടോർട്ടോറുകൾ കപ്പലിന് നേർക്ക് പ്രയോഗിച്ചു. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട എഡ്വാർഡ് ഹാരൽ എന്ന നാവികൻ എഴുതിയ ഔട്ട് ഓഫ് ദി ഡെപ്ത് എന്ന പുസ്തകത്തിലാണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. പൊട്ടിത്തെറിയുടെ ശബ്ദവും രക്തത്തിന്റെയും മനുഷ്യന്റെ മാംസം കരിഞ്ഞതിന്റെ മണവും മനസ്സിലാക്കി വൻതോതിലാണ് സ്രാവുകൾ ഇവയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തത്. ആദ്യം മൃതദേഹങ്ങൾ കടിച്ചു വലിച്ച് സ്രാവുകൾ, പിന്നീട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട നാവികർക്ക് നേരെ തിരിഞ്ഞു. അപകടം നടന്ന സ്ഥലം സ്രാവുകളുടെ വലിയൊരു താവളമാണെന്ന് നാവികർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഓരോ മിനിറ്റിലും മിന്നൽ പോലെ പാഞ്ഞെടുക്കുകയായിരുന്നു സ്രാവുകൾ. ഓരോ നാവികരെയും പിടികൂടി. സ്രാവുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി നാവികർ ചെയ്തത് തങ്ങളുടെ മരിച്ച സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ അവയ്ക്ക് ഇട്ടുകൊടുക്കുക എന്നതായിരുന്നു. എന്നാൽ സ്രാവുകളാകട്ടെ രക്ഷപ്പെട്ടവരെ പിടികൂടാൻ തുടങ്ങി. 100 കണക്കിന് സ്രാവുകളാണ് തങ്ങളുടെ നേരെ എത്തിയതെന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു നാവികൻ പിൻകാലത്ത് വിവരിച്ചിരുന്നു. ഓരോരുത്തരെയും സ്രാവുകൾ പിടികൂടുന്നതിന് പിന്നാലെ വെള്ളത്തിൽ ചുവപ്പ് നിറം പരക്കുന്നത് ഞെട്ടലോടെ പലരും കണ്ടുനിന്നത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞു. ചിലരാകട്ടെ കടൽ വെള്ളം കുടിച്ചു. അതിനിടയിൽ വലിയൊരു മഴ പെയ്ത് കാരണം പലർക്കും കുടിക്കാൻ വെള്ളം കിട്ടി. ചില നാവികർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. തുടർന്ന് 4 പകലും 4 രാത്രിയും സ്രാവുകൾ ആക്രമണം തുടർന്നു. 4 ദിവസത്തിനു ശേഷം അതുവഴി കടന്നുപോയ ഒരു നേവി വിമാനത്തിലാണ് ഈ കാഴ്ച കണ്ടത്. പിന്നീടാണ് ഇവരെ രക്ഷിക്കാൻ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾ എത്തിച്ചത്. കപ്പലിൽ ഉണ്ടായിരുന്ന 1196 പേരിൽ രക്ഷപ്പെട്ടത് 316 പേര് മാത്രമാണ്. ഇൻഡ്യോനോപ്പീസിന്റെ അവശിഷ്ടങ്ങൾ 70 വർഷത്തോളം കടലിനടിയിൽ തന്നെ കിടക്കുന്നു. സംഭവത്തെ ആസ്പദമാക്കി 2016 USS ഇൻഡ്യോനോപ്പീസ് മെൻ ഓഫ് കറേജ് എന്ന സിനിമയും പുറത്തു വന്നിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്രാവാക്രമണം ഇൻഡ്യോനോപ്പീസിലെ യാത്രക്കാർക്ക് നേരെ ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്.